കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇങ്ങോട്ട് പോ. എന്തായി കാണിക്കുന്നേ? ഡോക്ടർ പറഞ്ഞ നീ കേട്ടില്ലേ? മെന്റലിയും ഫിസിക്കലിയും നീ വീക്കാണെന്ന്. അതിനാരാ കാരണം? അതിനാരാ കാരണമെന്ന് ഞാനാണോ? ഞാൻ ഉപദ്രവിച്ചത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത്. പറയ്, നിനക്ക് ഉത്തരവില്ലേ? അതെ, ഇതൊരു ആശുപത്രിയാ. നീ അത് അറിഞ്ഞു പെരുമാറ്. അതെ, ആ ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് നാണം കെട്ടത് ഞാനാ. അവരെന്നെയാ കുറ്റപ്പെടുത്തിയത്. ശരിക്കും ഇത് ആരുടെ കുഴപ്പമായിരുന്നു? ഇടി, നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? മറുപടി പറ. ആഹാരം കഴിക്കാത്തതും വിഷമ ഉള്ളി വെച്ചോണ്ട് അടുക്കളയിൽ കിടന്നതും നിന്റെ കുറ്റമല്ലേ? ഇന്ന് അതെല്ലാം അവസാനിപ്പിച്ചോണം. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിൽ വന്ന് കിടക്കണം. കേട്ടല്ലോ? എടി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? കിച്ചണിലെ കിടപ്പ് അവസാനിപ്പിക്കണമെന്ന്. ഇല്ല, അത് ഞാൻ മാറ്റില്ല. നിന്നോടുള്ള എന്റെ പ്രതിഷേധം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. തുളസി, ഡോക്ടർ ഇത്രയും പറഞ്ഞിട്ട് നിന്റെ തലയിലേക്ക് ഒന്നും കയറിയില്ലേ? കുഞ്ഞിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? അത്രയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുള്ള നിനക്ക് എങ്ങനെ ഈ വിധത്തിൽ പെരുമാറാൻ സാധിക്കുന്നു? എന്നോടുള്ള വിരോധം കാരണം നീ നശിപ്പിക്കുന്നത് നിന്റെയും കുഞ്ഞിന്റെ ആരോഗ്യം. എന്തിനാ തുളസി നീ സ്വയം പീഡിപ്പിക്കുന്നേ? തുളസി, നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. തുളസി, നീ നിന്റെ വാശി കളയണം. എന്നിട്ട് നീ ഞാൻ പറയുന്ന അനുസരിക്കണം. നീ പറയുന്നത് ഞാൻ അനുസരിക്കാനോ? ഒരിക്കലുമില്ല. ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റാ. എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്. നിന്റെ ഒരു അഭിപ്രായവും എനിക്ക് വേണ്ട. നിനക്ക് ഇത്ര ധിക്കാരം പാടില്ല. ഞാൻ താണു തരുന്തോറും നിന്റെ അഹങ്കാരം കൂടുകയാണല്ലോ. ഞാൻ പറയുന്നത് നീ മര്യാദയ്ക്ക് കേട്ടോണം. ഇല്ലെങ്കിലോ? ഇടി, നിന്നെ ഞാൻ നീ ആരെയാ വിളിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരെയാ വിളിക്കുന്നതെന്ന്? ഞാൻ ലേഖാന്റിയെ വിളിച്ചോണ്ടിരിക്കുന്നത്. SP കാണാൻ പോയിട്ട് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ആദ്യം എന്തായി കാണിക്കുന്നേ? അതെ, ഡോക്ടർ പറഞ്ഞ നീ മറന്നുപോയോ? നിന്റെ മൈൻഡ് വീക്കാവാതെ നോക്കണമെന്നല്ലേ ഡോക്ടർ എനിക്ക് അഡ്വൈസ് തന്നത്. അപ്പോ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ലേഖാന്റിയെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിഞ്ഞു എന്ന് കരുതി എന്റെ മനസ്സ് തകർന്നൊന്നും പോവില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ എന്റെ മനസ്സ് തകരുന്നേ? SP ഓഫീസിൽ ചിലപ്പോ വലിയ ബഹളങ്ങൾ നടന്നിട്ടുണ്ടാവും. നീ വിളിക്കുമ്പോ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിന്നോട് വിവരിക്കും. അത് നീ പോലും അറിയാതെ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കും, അസ്വസ്ഥതപ്പെടുത്തും. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത്രയ്ക്ക് മനോധൈര്യം ഇല്ലാത്ത പെണ്ണൊന്നും അല്ല ഞാൻ. അങ്ങനെ പെട്ടെന്നൊന്നും എന്റെ മനസ്സ് തകരുമില്ല. നിന്റെ ആത്മധൈര്യമൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ എനിക്കതിൽ തീരെ വിശ്വാസമില്ല. ഒരു ഫോൺ കോൾ ചെയ്തതുകൊണ്ട് എന്റെ മനസ്സ് നശിക്കല്ലേ? നീ വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ ആ ഫോണും താ. ആദി, തരാനല്ലേ പറഞ്ഞേ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല.
എന്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് എന്റെ ഏട്ടനെ വിശ്വാസം. ദുർഗേച്ചി സാഹചര്യം മുതലാക്കി ഏട്ടൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയതാ. അല്ല, ദുർഗേച്ചി എന്തിനാ ഇപ്പൊ അവിടെ ചെന്ന് കയറിയത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഏട്ടനോടും ആ സ്ത്രീയോട് നേരിട്ട് ചോദിച്ചാ പോരായിരുന്നോ? ഈ പത്രക്കാരനെയും ടിവിക്കാരനെയും മുന്നിൽ വെച്ച് തന്നെ വേണമായിരുന്നോ? ഇതിപ്പോ ദുർഗേച്ചി ഉൾപ്പെടെ എല്ലാവരും നാണം കിട്ടും. മംഗളപ്പച്ചി അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, അപ്പൊ ഉറപ്പാ മംഗളപ്പച്ചി തന്നെ ആയിരിക്കും ദുർഗേച്ചി പ്രേരിപ്പിച്ചു വിട്ടത്. എന്തായാലും കുടുംബത്തിന്റെ മാനം കപ്പല കയറി. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയുമായി. ദുർഗേച്ചി കാരണം നമുക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായി. അമ്മ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? അമ്മ ചോദിച്ചാൽ എന്താ കുഴപ്പം? ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. അത് അവിടെ വെച്ച് തന്നെ വേണമായിരുന്നു എന്നാ അമ്മയുടെ ചോദ്യം. എവിടെ വെച്ചായാലും എന്താ? ഇല്ലാത്തൊന്നും അല്ലല്ലോ അമ്മ ചോദിച്ചത്. അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് എത്ര നാളായി? ഇതിൽ യാതൊരു വാസ്തവം ഇല്ലായിരുന്നെങ്കിൽ അച്ഛനും ആ സ്ത്രീക്കും ചേർന്ന് അമ്മയെ നേരത്തെ ബോധ്യപ്പെടുത്തായിരുന്നല്ലോ. ബോധ്യപ്പെടുത്താൻ ദുർഗാമ്മയുടെ അടുത്തേക്കൊന്ന് ചെന്നാ മതി. ദുർഗാമ്മ അത് കേൾക്കാൻ നിൽക്കല്ലേ. അച്ഛനും ആന്റിയെ എത്ര ബോധ്യപ്പെടുത്തിയാലും അത് ഉൾക്കൊള്ളാൻ ദുർഗാമ്മ തയ്യാറാവില്ല. അതെ, നീ അമ്മ അങ്ങനെ വിലയിരുത്തണ്ട. പറയേണ്ട രീതിയിൽ പറഞ്ഞ അമ്മ അത് ഉൾക്കൊള്ളും. ഏതായാലും ദുർഗേച്ചി ചെയ്തത് വളരെ മോശമായി പോയിന്ന് ഞാൻ പറയും. അപ്പൊ അച്ഛൻ ചെയ്തത് മാത്രമായ കാര്യമാണോ? നീ എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്തുകയാണോ? അമ്മേ, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല. ആദി, എടാ, നീയും ദുർഗാമ്മയെ പോലെ ഇടുങ്ങിയ മനസ്സോടെ ചിന്തിക്കല്ലേ. ഞങ്ങൾ ചിന്തിക്കുന്നതല്ല കുഴപ്പം, അവര് പ്രവർത്തിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അമ്മയുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് അവർ ഉത്തരവില്ലാതെ നിന്നപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി. അവരെ പരിചയപ്പെടുമ്പോ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന്. അതെ, ലേഖാന്റിയെ കുറിച്ച് മോശം വർത്തമാനം നീ പറയരുത്. മോശപ്പെട്ടവരെ കുറിച്ച് നല്ല വർത്താനം പറയാൻ പറ്റില്ല. ആദി, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നീ അവരെ കാണുകയോ അവിടെ പോവുകയോ ചെയ്യരുത്. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കാണരുതെന്ന് പറഞ്ഞാൽ കാണരുത്. എന്നോട് ഓർഡർ ചെയ്യാൻ നീ എന്റെ ആരാ? ദേ, എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലൊന്നും നീ ഇടപെടണ്ട. ആരെ കാണണം കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ലേഖാന്റി എനിക്കിപ്പോ എന്റെ സ്വന്തം അമ്മയെ പോലെയാ. എന്റെ സ്വന്തം അമ്മ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സാഹചര്യം കൊണ്ടാണെങ്കിലും പ്രിയാമ്മയോട് പോലും എനിക്ക് അകന്ന് കഴിയേണ്ടി വന്നു. ആ അവസരത്തിൽ എനിക്ക് അമ്മയുടെ പരിഗണനയും സ്നേഹവും കരുതലും ഒക്കെ നൽകിയത് ആ സ്ത്രീയാ. ഇപ്പോഴും ഈ നിമിഷം വരെയും അവരെനിക്ക് അമ്മയും ഞാൻ അവരുടെ മകളും തന്നെയാ. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെ തുടരും. അവരോട് അത്രയ്ക്ക് അടുപ്പം എനിക്കുണ്ട്. അവരെനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അവരെ കാണുന്നതിൽ നിന്നും ആരും എന്നെ തടയാൻ വരണ്ട. അതിന് ഞാൻ നിന്ന് തരൂല്ല. മോളെ, ഹലോ. വരണം വരണം ACP മാഡം, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. രാജീവ് ആരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ. നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഞാൻ ആ തോക്കുമായിട്ട് നടന്നത്. ഇപ്പൊ അതിന്റെ ആവശ്യം വന്നില്ല. ബുള്ളറ്റ് പാഴാക്കാതെ തന്നെ നീ മരിച്ചു. ദേ, ഇപ്പോഴാണ് നിന്റെ മരണം നടന്നത്. നിന്നെ ഞാൻ കൊന്നു, നീ ചത്തു.
നീ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നാട്ടുകാർ നിന്നെ പരിഹസിക്കും, ചിലപ്പോ ദേഷ്യം വന്ന് നിന്നെ കയ്യേറ്റം ചെയ്തു വരും. ഇനി അങ്ങോട്ട് നിന്റെ പതനമാണ്. എന്നെ ചതിച്ചിട്ട് വിജയായി ജീവിച്ച നിന്റെ ദാരുണാന്ത്യം ഞാൻ കാണില്ലേക്ക്. ഈ നാണക്കേടും പേറി നീ എത്ര നാൾ ജീവിക്കും? അല്ല, നീ എന്തൊന്നും മിണ്ടാത്ത? ആകെ തകർന്നു പോയി നീ എന്ത് മിണ്ടാനാ അല്ലേ? ഏതായാലും നിന്റെ പോലീസ് ഉദ്യോഗം തീർന്നു. ആദ്യം അന്വേഷണ വിധേയമായി നിന്നെ സസ്പെൻഡ് ചെയ്യും, പിന്നെ അത് ഡിസ്മിസലാവും. ആ അപമാനത്തിൽ നിന്നും ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി നിന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. സ്വയം ജീവനൊടുക്കുക. അതിന് ഈ തോക്ക് നിനക്ക് ഉപകരിക്കും. ഇരിക്കട്ടെ. ഓരോന്ന് പോണ്ടിയും കയറ്റി നീ എന്ത് വൃത്തികേടാ കാണിച്ചത്? ലഹരിയുടെ പുറത്ത് എന്ത് തോന്നിവാസം നീ വിളിച്ചു പറയും അല്ലേ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാടാ ഞാനും ലേഖയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് മീഡിയയുടെ മുമ്പിൽ വിളമ്പിയത്? പറയടാ, എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? മീഡിയയുടെ മുമ്പിൽ വെച്ച് നിന്റെ ഭാര്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിനക്കും അവൾക്കും മറുപടി ഇല്ലായിരുന്നല്ലോ. ഓ, അത് തന്നെയാ നീയും എന്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നതിനുള്ള തെളിവ്. കാമുകിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ മരിച്ചു എന്ന് വരെ നീ വരുത്തി തീർത്തില്ലേ? നിന്റെ ബുദ്ധിയോളാം. നിനക്ക് പോലീസ് ബുദ്ധിയല്ല, ക്രിമിനൽ ബുദ്ധിയാ. ലഹരി തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായതാ നിനക്ക്. നിന്നെ പിടിച്ചു കെട്ടി ചികിത്സിക്കണം, ഇല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് നീ അവസാനിക്കും. നീ എന്തെന്നെ ഭയപ്പെടുത്തുന്നോ? അങ്ങനെ പേടിക്കുന്നവനൊന്നുമല്ല ഈ രാജീവ് മേനോൻ. നിനക്ക് എന്റെ ഭാര്യയുടെ കൂടെ പൊറുക്കണ്ടേ? ചെല്ല്, പോയി അവളോടൊപ്പം ജീവിക്കുക. പക്ഷേ ഇനി നിനക്ക് അവളെ ജീവനോടെ കിട്ടില്ല. അവൾക്ക് അല്പമെങ്കിലും മാനാഭിമാനം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കൈ കൊടുത്ത് തോക്കെടുത്ത് അവൾ സ്വയം ജീവനൊടുക്കും. മിക്കവാറും അവളിപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും.
ലേഖ 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 അമ്മേ, എന്റെ ഗുരുവായൂരപ്പാ. ദുർഗാന്റി, ദുർഗേ, മമസ എന്തു പറ്റി? ദുർഗാന്റി ദേഷ്യത്തിലാണല്ലോ, എന്താ കാരണം? എന്റെ പൊന്നു മോളെ, ഒന്നും പറയണ്ട. ഈ ന്യൂസിലൊക്കെ പറയല്ലോ, വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയതെന്ന്. ആ, അങ്ങനൊരു സീനായിരുന്നു അവിടെ നടന്നത്. ഈ പോലീസുകാരും പത്രക്കാരും നാട്ടുകാരും ആകെ ഒരു മേളമായിരുന്നു. എന്നിട്ടെന്താ, പ്രസാദും ലേഖയും തമ്മിലുള്ള ബന്ധം സത്യമാണെന്ന് അവിടെ തെളിഞ്ഞു. അതെ, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനിത് തെളിയിച്ചു. മാമോസിന്റെ ബുദ്ധിയോ? അതെന്താടി, ഞാൻ ബുദ്ധിയില്ലാത്തവളാണോ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. മാമോസിന്റെ ബുദ്ധി എന്താന്ന് അറിയാനുള്ള ആങ്സൈറ്റിയില്ല ഞാൻ ചോദിച്ചതല്ലേ. മാമോസ് എങ്ങനെയാ അത് തെളിയിച്ചത്? ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദുർഗയെ ഞാൻ ഇളക്കി വിട്ടു. അവളെ പിരികേറ്റിയാൽ അവൾ എന്തും ചെയ്യൂന്നറിയാലോ. അവിടെ പത്രക്കാരെല്ലാവരുടെയും മുന്നിൽ വെച്ച് ദുർഗ കുറേ ചോദ്യങ്ങൾ ലേഖയോടങ്ങ് ചോദിച്ചു. ആതിരമോളെ, അവൾ അങ്ങനെ ക്രോസ് വിസ്താരം നടത്തിയപ്പോ പ്രസാദിനും ലേഖയ്ക്ക് ഉത്തരവില്ലാണ്ടായി. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തമ്മിലുള്ള ബന്ധം വാസ്തവമാണെന്നല്ലേ? അത് അവിടെ കൂടി നിന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ദുർഗ കാരണം ഈ വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട വിഷയം ലോകത്തെ മുഴുവനും അറിയിച്ചു. ACP ലേഖയുടെ കാമുകൻ ACP പ്രസാദാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ വ്യക്തമായി. അങ്ങനെ തന്നെ വേണം. ഇനി ഇതിന്റെ പേരിൽ പ്രസാദും ദുർഗയും തമ്മിൽ ഒരു പൊരിഞ്ഞ അടി ഉറപ്പാ. അവരടിച്ച് പിരിയണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇന്ന് നനഞ്ഞിടം കുഴിച്ചത്. എനിക്ക് സന്തോഷായി. എന്റെ പ്ലാനുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വിജയിപ്പിച്ചെടുക്കും ഞാൻ. ദുർഗേച്ചി, പോയിട്ട് എന്തായി ചേച്ചി? നീ ഒന്നും അറിഞ്ഞില്ലേ? ലോകത്തുള്ള സകല ചാനലിന്റെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നടന്നതല്ല അവർ ലൈവായിട്ട് TV കാണിച്ചു കാണും.
നീ എന്താ ടിവിയിൽ അതൊന്നും കണ്ടില്ലേ? ഇല്ല ചേച്ചി. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അയാളും അവളും രഹസ്യമാക്കി വെച്ചിരുന്ന ബന്ധം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. അയ്യോ, അത് വലിയ മാനക്കേടായി പോയില്ലേ? അവർക്കെന്ത് മാനക്കേട്? മാനം കെട്ടത് ഞാനാ. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. ഞാനോ? നീ തന്നെ. അതിന് ഞാൻ എന്ത് ചെയ്തു ദുർഗേച്ചി? ചേച്ചി എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ ഒരാള് പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളുടെ മുമ്പിൽ താണു കൊടുത്തത്. അയാളോടുള്ള വിരോധം ഞാൻ മറന്നത്. അത് പിന്നെ ഞാനൊരു നന്മയെ കരുതിയിട്ടല്ലേ ദുർഗേച്ചി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ രണ്ടാളും പിണക്കം മറന്നിണങ്ങിയ പ്രസാദ് സാർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ കരുതി. അത് തെറ്റായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പച്ചി പറഞ്ഞതാ ശരി. അയാളൊരു ചതിയനാ. ഇത്രയും കാലം ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ അയാൾ എന്നെ ചതിക്കുമായിരുന്നു. വേണ്ട, ഒന്നും വേണ്ട. അയാളുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട. അയ്യോ ദുർഗേച്ചി പ്രസാദ് സാറിനോട് പിണങ്ങി കഴിയാൻ പാടില്ലായിരുന്നു. ചേച്ചി സാറിനോട് അകന്നിരുന്ന നേരത്തല്ലേ സാർ അവളുമായി അടുത്തത്. എടീ, നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഇല്ല. നീ എന്നെ പഴിക്കുവാണോന്ന്? അല്ല ദുർഗേച്ചി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ അധികം ഒന്നും പറയണ്ട. അയാളുടെ പക്ഷം ചേർന്ന് ആരും ഇനി ഒരു വാക്ക് ഇവിടെ മിണ്ടി പോരുത്. അയാളും അവളും ചേർന്ന് ഇപ്പോഴൊന്നും അല്ല എന്നെ ചതിച്ചു തുടങ്ങിയത്. അവരുടെയും നശിച്ച ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. നമ്മൾ ഇപ്പൊ അറിഞ്ഞേ ഉള്ളൂ. പക്ഷേ എന്നെ ചതിച്ച അയാളെ അവളെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. രണ്ടിനെയും ഞാൻ കൊല്ലും. ഇനി അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അതും ഞാൻ അനുഭവിക്കും. വെറുതെ വിടില്ല അവരെ ഞാൻ. മാറങ്ങോട്ട്.